ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറി കണ്ടാലോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 7-8 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിതാ അതിൻ്റെ മുകളിലത്തെ തണ്ടൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് രണ്ടായിട്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു ചട്ടി എടുക്കുക. ഞാനിവിടെ കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കാം. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള നമ്മുടെ പുളിയുണ്ടല്ലോ, വാളംപുളി ഒരു കപ്പ് വെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അരപ്പിനായിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് 2-3 ഉള്ളിയും കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ ജീരകവും ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുവാണ് കേട്ടോ. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തക്കാളിക്കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ഓൺ ആക്കിയിട്ടില്ല. ഇനി അതിനകത്തേക്ക് ചാറിന് വേണ്ടി കുറച്ച് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാറ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ അരപ്പിനകത്ത് ഉപ്പിട്ട് അരച്ചതിനാന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിട്ട് അരയ്ക്കുന്ന സമയത്തെ അരപ്പ് നല്ലതുപോലെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണേ. തിളപ്പിച്ച് നല്ല തിള വരുന്ന സമയത്ത് ഇനി നമുക്കത് മാറ്റി വേറൊരു അടുപ്പത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വെണ്ടയ്ക്കയുടെ ആ ഒരു കിളുകിളുപ്പൊക്കെ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ എണ്ണ ചേർക്കണ്ട. എണ്ണയിൽ നിന്ന് നമ്മുടെ വെണ്ടയ്ക്ക മാറ്റി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറിയിലോട്ട് നേരെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക അതിനകത്ത് കിടന്ന് ഒന്ന് നല്ലൊരു തിള വരണം കേട്ടോ. ആ വെണ്ടയ്ക്കയും നമ്മുടെ കൂട്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ വെണ്ടയ്ക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്താൽ മതിയേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി കുറച്ച് കടുക് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചാറുകറി റെഡി ആയിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഉലുവ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവാപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. നമ്മുടെ നാടൻ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എപ്പോഴും നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.